ഹലോ, എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കേട്ടോ. നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, കോഴിക്കോടായിരുന്നു കല്യാണം. അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമുക്ക് വീഡിയോസൊന്നും ഇന്നലെ പിടിച്ചു വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് റിവ്യൂലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ടേ നമ്മുടെ ചാനൽ കൂടുതലും ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനലിനെ 1,00,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്ന ചാരുവിനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ സീരിയൽ 2 സീരിയലുകളുടെ മഹാസംഗമമാണെന്ന്. അതായത് പുന്നാര എന്ന് പറയുന്ന സീരിയലിൻ്റെയും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെയും സംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുന്നാരം സീരിയലിലെ ക്യാരക്ടറാണ് വിജയലക്ഷ്മി. അപ്പോൾ വിജയലക്ഷ്മിയെ നമ്മുടെ ചാരു പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ചാരുവിനോട് വിജയലക്ഷ്മി സംസാരിക്കുന്നതിനിടയിൽ വിജയെക്കുറിച്ച് വിജയുടെ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുകയാണ്. ഇതിനിടയിൽ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ഡീപ്പാവുകയാണ്. ഈ സമയത്ത് റിസോർട്ടിൽ ഒരു പരിപാടി നടത്തുകയാണ്, അതായത് ഒരു മത്സരം പോലെ. അപ്പോൾ ആ മത്സരത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഈ മത്സരിക്കുന്ന ആൾക്കാർക്കൊക്കെ മുഖം മൂടി കൊടുക്കും. അതിനുശേഷം 2 ടൈപ്പ് കളറിലുള്ള ഒരേ കളറിലുള്ള 2 ടൈപ്പ് ബോൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മത്സരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ആ ബോൾ എടുക്കാം. പിന്നെ ഒരേ കളറിൽ ബോൾ കിട്ടിയിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മത്സരിക്കണം. അതിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഉദാഹരണത്തിന് ചാരുവിനും വിജയലക്ഷ്മിക്കും ഒരേ കളറിലുള്ള ബോളാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ അവർ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് വിജയലക്ഷ്മിക്കാണ് ചാരുവിൻ്റെ ബോൾ കയ്യിൽ കിട്ടുക എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വിജയലക്ഷ്മി ജയിച്ചു. അതേസമയം ചാരുവിനാണ് വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ആ ബോൾ മേടിച്ചെടുക്കാൻ പറ്റുന്നതെങ്കിൽ ചാരു ജയിക്കും. അങ്ങനെ ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാടധികം ആൾക്കാർ വരികയാണ്. ആ കൂട്ടത്തിൽ വിജയലക്ഷ്മിയുടെ അമ്മ വിചാരിക്കുകയാണ് വിജയം കൂടെ കയറ്റിവിടാം. അപ്പോഴമ്മ മുഖം മൂടി വെച്ചിരിക്കും. അപ്പോൾ വിക്രം വരുന്ന സമയത്ത് വിജയലക്ഷ്മിയെ മനസ്സിലാവില്ല. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇവർ വിചാരിക്കുകയാണ്. അങ്ങനെ വിജയലക്ഷ്മിയോടും ചാരുവിനോടും മത്സരിക്കാനായിട്ട് അവർ പറയുകയാണ്. അവരും ആ പറഞ്ഞ രീതിയിൽ തന്നെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് കവിനും വിക്രമും വരുന്നത് കേട്ടോ. അവർ വരുന്ന സമയത്ത് ഈ മത്സരത്തിൽ അച്ഛനോട് മത്സരിക്കാനായിട്ട് കവിൻ പറയുകയാണ്. എന്തായാലും കവിൻ്റെ നിർബന്ധപ്രകാരം അച്ഛനും മത്സരിക്കാനാവുകയാണ്. വിക്രമും ഒരു മുഖംമൂടി വെച്ചിട്ട് ഇറങ്ങുകയാണ്. ഇതോടുകൂടി വിജയലക്ഷ്മിയുടെ അമ്മയ്ക്ക് ടെൻഷൻ ആവുകയാണ്. എൻ്റെ ദൈവമേ, ഇനി വിക്രമിനെങ്ങാനും ഈ പെണ്ണ് തിരിച്ചറിയോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ മത്സരത്തിൽ കുറച്ച് പേരൊക്കെ ഔട്ടായെങ്കിലും ചാരു, വിക്രം, ആകാശ്, വിജയലക്ഷ്മി ഇവരൊക്കെ വിജയിച്ചു കേട്ടോ. 2ാമത്തെ റൗണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആകാശ് ചാരുവിനോട് പറയുകയാണ് എന്തായാലും വിജയലക്ഷ്മിയും വിക്രമും അവർ 2 പേരുമാണ് മത്സരിക്കേണ്ടതും ജയിക്കേണ്ടതും. അവർ തമ്മിൽ മത്സരിക്കട്ടെ. അവരിൽ ആരാണ് ജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തോറ്റു കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത കളിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ബോൾ എടുക്കുകയാണ്. നമ്മുടെ വിജയലക്ഷ്മിക്കും ചാരുവിനുമാണ് ഒരേ കളറിലുള്ള ബോൾ കിട്ടിയിരിക്കുന്നത്. അവർ തമ്മിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചാരു വിട്ടുകൊടുക്കുകയാണ്, വിജയലക്ഷ്മി ജയിക്കുകയാണ്. അതിനുശേഷം വിക്രമിനെ ജയിപ്പിക്കുകയാണ്, അതായത് വിക്രമിന് ബോൾ വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ ആകാശം. അതുകൊണ്ട് തന്നെ വിക്രം ജയിക്കുകയാണ്. ഇനി മത്സരിക്കേണ്ടത് വിക്രമും വിജയലക്ഷ്മിയാണ്. തൻ്റെ ഭർത്താവാണ് തന്നോടൊപ്പം മത്സരിക്കുന്നത് എന്നത് വിജയലക്ഷ്മി അറിഞ്ഞിട്ടില്ല. തൻ്റെ ഭാര്യയാണ് തന്നോടൊപ്പം മത്സരിക്കാൻ പോകുന്നതെന്ന് വിക്രമും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. ആ ഘട്ടത്തിൽ വിജയലക്ഷ്മി ബോൾ മേടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വിക്രമിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ പെട്ടെന്നാണ് ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടതുപോലെ വിക്രമിന് തോന്നുന്നത്. തൻ്റെ ഭാര്യ വിജയലക്ഷ്മി ആണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നൊരു നിമിഷം വിക്രം ചിന്തിക്കുകയാണ്. പഴയ കാലത്തിലോട്ടൊക്കെ വിക്രം കടന്നു പോവുകയാണ്. വിജയലക്ഷ്മിയായിട്ട് വിക്രം കണ്ടുമുട്ടിയതും അവർക്കിടയിലുണ്ടായ സൗഹൃദവും പ്രണയവും എല്ലാം ഓർത്തു പോവുകയാണ്. എന്തായാലും ഈ ഗ്യാപ്പിൽ വിജയലക്ഷ്മി തന്നെ വിജയിക്കുകയാണ് കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ വിക്രമിന് പെട്ടെന്നൊരു കോള് വരുന്നത് കൊണ്ട് തന്നെ ആരാണ് വിജയിച്ചത് എന്ന് കാണാനായിട്ടോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ടോ വിക്രമിന് പറ്റുന്നില്ല. വിക്രം പോവുകയാണ്. വിക്രമിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് BP കൂടുന്നത് കാരണം വിക്രം നേരെ റിസോർട്ടിലെ റൂമിലേക്ക് പോവുകയാണ്.
ഇപ്പോഴാണ് വിജയലക്ഷ്മിയുടെ അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നത്. ഭാഗ്യത്തിന് വിജയലക്ഷ്മിയും അതാരാണെന്ന് കണ്ടില്ല. എന്നാൽ തൻ്റെ കൂടെ മത്സരിച്ചത് ആരാണെന്ന് അറിയാൻ ചുറ്റിനും വിജയലക്ഷ്മി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ചാരു വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അല്ല വിജി, താനിത് ആരെയാണ് നോക്കുന്നത്? അല്ല, എൻ്റെ കൂടെ മത്സരിച്ചതേ അതാരാണെന്നാണ് ഞാൻ നോക്കുന്നത്. അല്ല ചാരു, നിങ്ങൾ എന്തിനാ എനിക്ക് വിട്ടു തന്നത്? വിട്ടു തന്നോ? ആര് പറഞ്ഞു? ചാരു നല്ല രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ ജയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചാരു വിട്ടു തന്നു. അതെനിക്ക് മനസ്സിലായി. അതെന്തിനാ? അങ്ങനെ തോന്നിയെങ്കിൽ തോന്നിക്കോട്ടെ, അതിപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല. പതിയെ പതിയെ മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ ശ്രേയയും ചാരുവും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. ശ്രേയ ഫസ്റ്റിൽ തന്നെ ഔട്ടായി പോകുന്നുണ്ട്. അടുത്ത മത്സരമായിട്ട് വരുന്നത് ഡാൻസ് ആണ് കേട്ടോ. ഡാൻസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ശ്രേയ, ചാരു, വിജയലക്ഷ്മി ഇവർ 3 പേരും കൂടിയാണ് ഡാൻസ് ചെയ്യുന്നത്. ഏറ്റവും അധികം നേരം ഡാൻസ് കളിക്കുന്ന ആൾക്കാണ് വിജയിക്കുക, ആൾക്കാണ് സമ്മാനമുള്ളത്. അങ്ങനെ ഇതിലും ഞാൻ പൊളിക്കും, എന്നെ വീഴ്ത്താനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ ഫസ്റ്റിലേ തന്നെ ഡാൻസ് ചെയ്യുകയാണ്. നല്ല ഗംഭീരമായിട്ട് 3 പേരും ഡാൻസ് കളിച്ചുവെങ്കിലും ഒരു സമയം എത്തിയപ്പോൾ ശ്രേയ വീണ് പോവുകയാണ്. അതോടുകൂടി ശ്രേയയ്ക്ക് അസൂയ വരികയാണ്, ദേഷ്യം വരികയാണ്. അവിടെ നിന്ന് വേഗം തന്നെ ശ്രേയയും അരവിന്ദും വേഗം തന്നെ പോവുകയാണ് കേട്ടോ. അതിൽ നമ്മുടെ ചാരു വിജയിക്കുകയാണ്. എന്തായാലും ചാരുവിനും സമ്മാനം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അരവിന്ദ് സമാധാനപ്പെടുത്തുകയാണ് ഭാര്യേനെ. മേഡം എന്തായാലും വിഷമിക്കുകയൊന്നും വേണ്ട. മേഡത്തിൻ്റെ അത്രയും നല്ല ജോലി ആ 2 എണ്ണത്തിനും ഇല്ലല്ലോ. എന്തെങ്കിലും കാണിക്കട്ടെ. മേഡം ഇത്രയും പവറുള്ളൊരു വ്യക്തിയല്ലേ. ഇവളുമാരുടെയൊക്കെ കൂടെ മത്സരിക്കാൻ നിൽക്കേണ്ട കാര്യം നമുക്കില്ല മേഡം. വിഷമിക്കാതിരിക്കുക എന്നും പറഞ്ഞ് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. കയ്യിലാണെങ്കിൽ കുറേ പൂക്കളും ഉണ്ട്. റൂമൊക്കെ ഇന്നും അലങ്കരിക്കുകയാണ് അരവിന്ദ്. ഇതും കണ്ടുകൊണ്ടാണ് ശ്രേയ വരുന്നത്. എന്താ അരവിന്ദ് ഈ കാണിച്ചു കൂട്ടുന്നതോ? മേഡം, ഇത്രയും ദിവസം നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായെങ്കിലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ലല്ലോ. ഇന്നലെയും നടക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നടന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് ഫസ്റ്റ് നൈറ്റ് നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനാണ് ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ടിലെ ആൾക്കാരോട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരൂ എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസമേ അവർ അലൗ ചെയ്യുള്ളൂ എന്ന്. അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേഡം പുറത്തിറങ്ങി നിൽക്ക്. ഞാൻ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മേഡത്തിനെ വിളിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രേയ ആണെങ്കിൽ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവൻ ഇന്നും തിരുത്തിയില്ലല്ലോ, വൃത്തികെട്ടവൻ. ഇവൻ ഇത് തന്നെയാണോ സ്വഭാവം? ഇന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിക്കുകയാണ്. ഇതേ സമയം വിക്രമിനെ കാണിക്കുകയാണ് റൂമിൽ. വിക്രം ആണെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ മനസ്സ് നിറയെ വിജിയും, വിക്രമിന് നേരത്തെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നീളക്കുട്ടി തന്നെ. അതിൻ്റെ കുട്ടിക്കാലവും ഒക്കെ ഓർക്കുകയാണ്. ആ പെൺകുഞ്ഞിനെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും വിക്രമിനില്ല. വിക്രം വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല, പുറത്തിറങ്ങി കുറച്ച് നേരം ഒന്ന് റിഫ്രഷ് ആയിട്ട് വന്നിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് ശ്രേയയും പുറത്ത് നിൽക്കുന്നത്. ശ്രേയ വിക്രമിനെ കണ്ട ഉടനെ തന്നെ ശ്രേയയുടെ പ്ലാൻ അങ്ങ് മാറ്റുകയാണ്. ഇന്ന് ഫസ്റ്റ് നൈറ്റ് നടക്കാതിരിക്കാനായിട്ടുള്ള കാരണക്കാരൻ ഇവനാണെന്ന് വരുത്തി തീർക്കാം, അത് മതി. അതോടുകൂടി ശ്രേയ മനസ്സിൽ വിചാരിക്കുന്ന പ്ലാൻ അങ്ങ് പൂർത്തീകരിക്കുകയാണ് കേട്ടോ. വിക്രമിനെ കണ്ട ഉടനെ തന്നെ ശ്രേയ ചോദിക്കുകയാണ്, എടാ വൃത്തികെട്ടവനെ, നിനക്ക് നിൻ്റെ കൈയും വെച്ചുകൊണ്ട് വെറുതെ ഇരുന്നൂടെ ഇടാന്ന് ചോദിക്കുകയാണ്. വേഗം തന്നെ വിക്രം വരുവാണ്. എന്താടി പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? വന്നപ്പോൾ തുടങ്ങി കാണിക്കുന്നതാണല്ലോ നിൻ്റെ വേഷം കെട്ടുകൾ. അതിനൊരു കുറവുമില്ലേ? എടീന്നോ, ഞാൻ എത്ര വലിയ ജോലിക്കാരിയാണെന്ന് നിനക്കറിയാമോ? നീ എത്ര വലിയ ജോലിക്കാരിയാണെങ്കിലും എനിക്കെന്താ പ്രശ്നം? എൻ്റെ മിക്കിട്ട് കയറാൻ നീ ആരാണ്? നീ ആരാണെങ്കിലും എനിക്കൊരു വിഷയമില്ല. നീ ആരാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് കുറേയധികം ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് അരവിന്ദ് വരുന്നുണ്ടോ എന്നാണ് ശ്രേയ നോക്കുന്നത്. എടാ, നിൻ്റെ കൈ വെച്ചിട്ട് നീ ഓരോ ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? ഒരു പെണ്ണിനെ നോക്കി കാണിക്കാവുന്നതാണോടാ നീ കാണിക്കുന്നത്? ഇത് കേട്ട് വിക്രം ഒന്ന് പതറിപ്പോവാണ് കേട്ടോ. നിങ്ങളെന്തീ പറയുന്നത്? ഞാൻ എന്ത് കാണിച്ചു എന്ന്? എന്ത് കാണിച്ചു എന്നോ? നീ കാണിച്ചതും പോരാ, ഇനി നീ എന്താ കാണിച്ചതെന്നും കൂടെ ഞാൻ പറയണോടാ? നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേടാ? ഇത്രയും സഹികെട്ട് നടക്കുകയാണോ നീ? മറ്റുള്ളവരുടെ ഭാര്യമാരെ നോക്കിക്കൊണ്ട് എന്ത് വൃത്തികേടാ നീ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഈ ശബ്ദം കേട്ടുകൊണ്ട് അരവിന്ദ് റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മേഡം എന്താ പറ്റിയത്? വന്നല്ലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാടാ എന്ന്
ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ്. അരവിന്ദ് ഇയാൾ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അരവിന്ദ് ചോദിക്കുകയാണ്, മേഡം കരയുന്ന രീതിയിൽ ഇവൻ എന്താ മേഡത്തിനോട് പെരുമാറിയത്? ഞാൻ എങ്ങനെ ആ കാര്യങ്ങൾ എൻ്റെ നാവ് വെച്ച് പറയും? അത്രയും വൃത്തികെട്ട കാര്യമല്ലേ അവൻ എന്നെ നോക്കി കാണിച്ചത്? ഈ എന്ത് വൃത്തികെട്ട കാര്യം കാണിച്ചു എന്ന് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അരവിന്ദ് തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഈ സമയത്ത് വിക്രമൻ അങ്ങ് ദേഷ്യം വരികയാണ്. മതി, നിന്റെ നാടകം മതി. നീ ഓരോരോ പ്രശ്നങ്ങൾ കരുതി കൂട്ടി ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്ന നേരം തുടങ്ങിയതാ നിന്റെ വേഷം കെട്ടുകൾ. നിൻ്റെ അടുത്ത് ഞാൻ എന്ത് കാണിച്ചെന്നാണ് നീ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ കാണിക്കാനും മാത്രം നിനക്ക് എന്തോ ഉള്ളത്? ഞാനതിന് നിന്നോടൊന്നും തന്നെ കാണിച്ചിട്ടില്ല. പിന്നെ നിൻ്റെ മനസ്സിൽ ഞാൻ നിന്നോട് അങ്ങനെ കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. കണ്ടു അരവിന്ദ്, അയാളുടെ വൃത്തികെട്ട നാവ് വെച്ചിട്ട് എന്നോട് പറയുന്നത്. എടാ, എൻ്റെ ഭർത്താവിനോട് നീ ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടുകൂടി ഇവിടേക്ക് പോവില്ലടാ. ഇവിടെ നിന്ന് നീ എങ്ങോട്ടും പോവില്ല. എൻ്റെ ഭർത്താവ് കൊന്നുകളയും നിന്നെന്ന് പറയുകയാണ്. വേഗം തന്നെ അരവിന്ദിൻ്റെ രോഷമൊങ്ങ് കയറുകയാണ്. മേഡം പറ മേഡത്തിനോട് എന്താ ഇവൻ കാണിച്ചത്? എടാ ആഭാസ, നീ എന്തോ എൻ്റെ മേഡത്തിനോട് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പ് തന്നെയാണ്. എടാ, നിൻ്റെ ഭാര്യയെ നിലക്ക് നിർത്താൻ നീ ആദ്യം പഠിക്കേ. അവൾ എന്തോ ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലും മനസ്സിലാക്കാതെ ഭാര്യക്കൊത്ത് തുള്ളല്ലേടാ പെൺകോന്ത. എടാ, നീ എന്താടാ പറഞ്ഞത്? പെൺകോന്തനെന്നോ? നീ എന്താടാ എൻ്റെ ഭാര്യയോട് ചെയ്തത്? അപ്പോൾ ഈ ഒച്ചപ്പാട് കേട്ടുകൊണ്ട് നമ്മുടെ ആകാശും ചാരുവും ഓടി വരികയാണ്. അയ്യോ, എന്താ ഇവിടെ പ്രശ്നം? അരവിന്ദിട്ട് മാറ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പിടിച്ചു വലിച്ച് മാറ്റുകയാണ്. ഇതിനിടയിൽ ചെറിയ ഇടിയും തല്ലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മാനേജർ പോലീസിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചാരു ചോദിക്കുകയാണ്, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോഴേക്കും അരവിന്ദ് പറയുകയാണ്, എല്ലാവർക്കും സമാധാനം കിട്ടിയല്ലോ. ഞങ്ങളുടെ ഹണിമൂൺ നശിപ്പിക്കാനായിട്ട് ഓരോരോ വഴികളുമായിട്ട് നിങ്ങൾ ഓരോ സമയത്ത് ഇറങ്ങിക്കോളും. എൻ്റെ ഭാര്യയെ നോക്കി ഇവനുണ്ടല്ലോ വൃത്തികെട്ട രീതിയിൽ എന്തോ ചെയ്തു. എന്ത് ചെയ്തെന്നാ ശ്രേയ, എന്താ നിങ്ങളെ നോക്കി ഈ അദ്ദേഹം ചെയ്തത്? അവൻ എന്നെ കൈകൊണ്ട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു. ആ ആംഗ്യം എന്താന്ന് എന്നെക്കൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. എന്നിട്ട് പോലും ഒരു മാന്യതയില്ലാതെ എൻ്റെ അടുത്ത് ഇവൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മുന്നോട്ടേക്ക് നിയമപരമായിട്ട് നടപടിയെടുത്ത് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവേണ്ടി വരും എന്ന് പറയുകയാണ്. ഈ സമയത്ത് ചാരുവും ആകാശം പറയുകയാണ്, ഇത് വലിയ വിഷയമാക്കി മാറ്റരുത്. പുറത്തറിഞ്ഞ നാണക്കേടാണ്. മാത്രമല്ല ഈ ഒരു പ്രശ്നം അതൊരു വലിയ കാര്യമാക്കരുത്. വിക്രം സാറിന് വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും അദ്ദേഹം ആ രീതിയിൽ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതായിരിക്കാം. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ? ഒരിക്കലുമല്ല. അയാൾ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചത്. അത്രയധികം ദാരിദ്ര്യം പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഇക്കാര്യത്തിൽ അയാൾ. ഈ സമയത്ത് വിക്രം പറയുകയാണ്, ഞാൻ ആരോടും ഇതുവരെ ഒരിക്കൽ പോലും ഒരു സ്ത്രീകളോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ തൻ്റെ ഭർത്താവിനോട് വരെ നുണ പറയാനായിട്ട് ഈ കാണിക്കുന്ന മനസ്ഥിതി ഉണ്ടല്ലോ മേഡം എത്ര വലിയ ഒഫീഷ്യലാണെങ്കിലും വളരെ തരം താഴ്ന്ന ഒരു ചിന്താഗതി ഉള്ളൊരു സ്ത്രീയാണ് നിങ്ങളെന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് പോലീസ് അവിടേക്ക് വരികയാണ്. പോലീസ് വന്ന ഉടനെ തന്നെ ശ്രേയ പറയുകയാണ്, സർ, എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം പെരുമാറിയെന്ന് വെച്ചാൽ ആദ്യ ദിവസം മുതലേ തന്നെ ഞങ്ങളോട് ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഇദ്ദേഹം പെരുമാറുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നെ നോക്കി കൈകൊണ്ട് വളരെ മോശമായിട്ടുള്ളൊരു ആംഗ്യം കാണിച്ചു. അത് കണ്ട ഉടനെ തന്നെ ഞാൻ പ്രതികരിക്കുകയാണ് ചെയ്തത്. പ്രതികരിച്ചു. എൻ്റെ ഭർത്താവ് അത് കേട്ടു വന്നു. അവർക്കിടയിലും കയ്യാങ്കളിയായി. ഇനിയിപ്പോൾ എന്തായാലും ഇത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ മാഡം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതായിരിക്കുള്ളൂ നല്ലത്. എങ്കിൽ പിന്നെ അതുപോലെ തന്നെ ചെയ്തോളൂ സാർ എന്ന് പറയുകയാണ്. ഈ സമയത്ത് ചാരുവും ആകാശം പറയുകയാണ്, ഇവിടെ നടന്നിരിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലാതെ ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയുകയാണ്. പോലീസുകാർ പറയുകയാണ്, ഇല്ല മാഡം, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെ ഒരു കംപ്ലയിൻ്റ് എടുത്തേ മതിയാവുള്ളൂ. ഞങ്ങൾ എന്തായാലും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ശ്രേയയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. ഇന്ന് രാത്രി മുഴുവൻ രണ്ടും അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ എന്ന് ശ്രേയ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് ആകാശും ചാരുവും ചെല്ലുകയാണ്. അപ്പോഴേക്കും അവിടെ വെച്ചും വിക്രമും അരവിന്ദും തമ്മിൽ
കയ്യാങ്കളിയാവുകയാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നും നിൻ്റെ ഭാര്യ വായി തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയാണെന്നും വിക്രം പറയുന്നു. അരവിന്ദ് അതിനെയെല്ലാം മറുത്ത് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ഈ സമയത്ത് പോലീസുകാർ പറയുകയാണ്, രണ്ടിനെ തൂക്കി ലോക്കപ്പിലിടാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 2 ലോക്കപ്പിൽ കിടക്കട്ടെ, അപ്പോൾ ബുദ്ധി തെളിഞ്ഞോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആകാശ് പറയുകയാണ്, സർ ദയവ് ചെയ്തിട്ട് ഈ ഒരു വിഷയം വലിയ വിഷയമാക്കി എടുക്കരുത്, ഇവരെ ലോക്കപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് കെഞ്ചാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പോലീസുകാരൻ പറയുകയാണ്, എങ്കിൽ പിന്നെ ഇവരോട് ഇനി മേലെ ഇത് ആവർത്തിക്കില്ല എന്ന് എഴുതി തന്നിട്ട് പൂക്കോളം പറയുകയാണ്. ഈ സമയത്താണ് ശ്രേയ വിളിക്കുന്നത്. അതായത് ഞാൻ ഗവൺമെൻറ് ഒഫീഷ്യലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കംപ്ലൈൻറ്റ് നിങ്ങൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. ഞാനൊരു സ്ത്രീ കൂടി ആയതുകൊണ്ടിട്ട് കംപ്ലൈൻറ്റ് ഇരട്ടിയായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവർ 2 പേരും രാവിലെ വരെ ലോക്കപ്പിൽ കിടക്കട്ടെ. എൻ്റെ ഹസ്ബൻഡും നിയമം കയ്യിലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വിക്രമും. അതുകൊണ്ട് 2 പേരും രാവിലെ ആവുന്നത് വരെ ലോക്കപ്പിൻ്റെ ഉള്ളിൽ തന്നെ കഴിയട്ടെ എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അത് രീതിയിൽ ചെയ്യുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ പോലീസുകാരൻ. ആ സമയത്ത് ആകാശം ചാരുവും ചെന്നിട്ട് പറയുകയാണ്, സർ ദയവ് ചെയ്ത് അവരൊന്ന് പുറത്തേക്ക് വിട്. അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ്, ഞങ്ങളോട് ആ മേഡമാണ് കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല. നാളെ രാവിലത്തേക്ക് ഇവരെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുകയാണ്, ആ ശ്രേയ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷേ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടി ഇതുമാതിരി ഒരു തെറ്റ്, അത് ഒരു തെറ്റും ചെയ്യാത്ത ആ വിക്രം സാറിൻ്റെ തലയിൽ എടുത്തിട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. എന്ത് ചെയ്യാനായിട്ട് അക്കുച്ചേട്ടാ, എനിക്ക് ആദ്യമേ തന്നെ ശ്രേയ പറയുമ്പോൾ തന്നെ അറിയായിരുന്നു ഇതെല്ലാം നോണയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ മുന്നിൽ തെളിവുകളില്ലാത്തത് കാരണം ഞാൻ മിണ്ടാതെ നിന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും ചെന്നിട്ട് അവക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് ആകാശ് പറയുകയാണ്. ഈ സമയത്ത് ചാരു പറയുകയാണ്, അക്കുച്ചേട്ടാ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്, കാരണം നിയമം കയ്യിലെടുക്കേണ്ടത് നമ്മളാണെങ്കിലും ശരിയൊന്നുമല്ല. എന്തായാലും വാന്ന് പറഞ്ഞുകൊണ്ട് റിസോർട്ടിലേക്ക് ചെല്ലുക. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി അമ്മയെ വിളിച്ചറിയിക്കണം ശ്രേയനെയാണ് കാണുന്നത്. ശ്രേയയുടെ അടുത്ത് 2 വർത്താനം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു ചെല്ലുമ്പോൾ ആകാശ് പറയുകയാണ്, എൻ്റെ പൊന്നു ചാരു, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ എന്ന് നിനക്കറിയില്ലേ? അവളോട് എന്ത് സംസാരിച്ചിട്ടും യാതൊരു കാര്യമില്ല, അതെനിക്കും അറിയാക്കു ചേട്ടാ. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പട്ടിക്ക് കല്ലേറ് കിട്ടും എന്നുള്ളത് അവളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താടി, എന്താ നീ ഞാനിങ്ങനെ ഒറ്റ നോക്കുന്നത്? അല്ല, നീ തരം താഴ്ന്നവളാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഇത്രയും തരം താഴ്ന്നവളാണ് നീ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനെന്ത് തരം താഴ്മ കാണിച്ചു എന്നാ? അല്ലെങ്കിൽ തന്നെ നീ ആരാ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട്? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, എന്നെ നിനക്ക് എന്തറിയാമെന്ന്. ആകാശേട്ടനോടുള്ള ദേഷ്യം കാരണം ആ കുടുംബത്തിൽ കയറി വരാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ വൃത്തികേട് കാണിച്ചു. അരവിന്ദേട്ടനെ കല്യാണം കഴിക്കാനായിട്ട് എത്തി. അതിനുശേഷം ഈ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങളുടെ അമ്മാവനെ തട്ടിക്കൊണ്ടുപോയി എൻ്റെ അച്ഛനെ കിണറ്റിൽ കെട്ടി തൂക്കിയിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പോഴേ വയറുവേദന എന്ന് നീ പറഞ്ഞു. ഇപ്പോഴെന്താ നിൻ്റെ പ്രശ്നം? സ്വന്തം ഭർത്താവിനെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചു. നിനക്ക് നാണമുണ്ടോ? നിൻ്റെ സ്വാർത്ഥത നടക്കാൻ വേണ്ടി ആ വിക്രം എന്ന് പറയുന്ന ആ മനുഷ്യനെ കൂടെ നീ കരുവാക്കിയില്ലേ? എന്ത് മോശമാണ് എടി. നീ വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എന്നെ നിനക്ക് എന്തറിയാമെന്ന്? അല്ല, അരവിന്ദേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ നീയും ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ. ഇപ്പോൾ നിന്നെ കല്യാണം കഴിക്കാതെ അരവിന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാൻ വേണ്ടി നീ നിൻ്റെ പഠിച്ച പണി 18 നോക്കി. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ശാന്തി മുഹൂർത്തം കലക്കാൻ വേണ്ടിയിട്ടും നീ പല കാര്യങ്ങളും ചെയ്തു കൂട്ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ നീ അങ്ങനെ പലതും പറയുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തെളിവുണ്ടോ നിൻ്റെ കയ്യിൽ? അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നീ പലതും പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന്. പക്ഷേ ഇതൊക്കെ തെളിയിക്കാനായിട്ട് നിൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ? തെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? മോളെന്തായാലും പോവാൻ നോക്ക്, എന്നെ പേടിപ്പിക്കാതെ. പിന്നെ നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എടി, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് 2 ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ അരവിന്ദേട്ടൻ നിന്നെക്കുറിച്ച് തിരിച്ചറിയുക, മനസ്സിലാക്കുക, നിന്നെ വേണ്ടാന്ന് അരവിന്ദേട്ടനെ കൊണ്ട് വെപ്പിക്കുക. അല്ലാതെ രണ്ടാമത്തെ ഉദ്ദേശം ഒന്നില്ലെങ്കിൽ നീ ഞങ്ങളുടെ അരവിന്ദേട്ടൻ്റെ ഭാര്യയായിട്ട് അയാളുടെ കൂടെ മനസ്സും ശരീരവും പങ്കുവെച്ച് ജീവിക്കുക. ഇതിലെന്തെങ്കിലും ഒന്ന് നടന്നേ മതിയാവുള്ളൂ. എന്നിട്ടേ നമ്മൾ ഈ നാട് വിട്ട്, ഈ ഏർക്കാട് വിട്ട്, ഈ റിസോർട്ട് വിട്ട് പോകുന്നുള്ളൂ.
കേട്ടല്ലോ നീ എന്ന് പറയുന്നോറും നമ്മുടെ ശ്രേയയ്ക്ക് ടെൻഷൻ കൂടുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ. ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കുള്ളൂ. റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക കേട്ടോ. എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കാണാം. അതുവരെ ടാറ്റാ.